Ninth question. If f of x plus y by 2 is equal to f of x plus f of y divided by 2, f dash of 0 equal to a and f of 0 equal to b, then find f double dash of x where y is independent of x. f of x plus y by 2 എന്ന് പറയുന്നത് f of x plus f of y by 2 ആണ് തന്നിട്ടുണ്ട്. പിന്നെ f ഡാഷിൻ്റെ എഫിൻ്റെ വാല്യൂ ഒരു 0യും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ f ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് y ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആയതുകൊണ്ട് dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 0 നൽകുക. y ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആയതുകൊണ്ട് dy ബൈ ഡി എക്സ് 0 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി f of x plus y by 2 is equal to f of x plus f of y by 2 na differentiating both sides with respect to x, we get f dash of x plus y by 2 into x plus y by 2 derivative with respect to x എന്ന് വേണ്ടേ into x plus y by 2 ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1/2 x by 2 1/2 പ്ലസ് y by 2 1/2 dy by dx എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ 1/2 കോമൺ ആയിട്ട് എടുത്താൽ 1/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1, വൈയുടെ ഡെറിവേറ്റീവ് dy by dx ഈസ് ഈക്വൽ ടു, ഇവിടെയും 1/2 നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ f ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് വൈ ഇൻറ്റു dy ബൈ ഡി എക്സ് എന്ന് വരും. അപ്പം നമ്മൾ ചെയ്തത് രണ്ട് സൈഡും എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. രണ്ട് സൈഡും എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് എന്ന് പറയാൻ പറ്റും. ഇവിടെ എക്സ് അല്ല, എക്സ് പ്ലസ് വൈ ബൈ 2. അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 2 ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 1 പ്ലസ് dy ബൈ ഡി എക്സ് ഡിവൈഡ് ബൈ 2 ആണ്. അപ്പം 1/2 കോമൺ ആയിട്ട് വേണം നമുക്ക് എടുക്കാം. So this is equal to f dash of x plus y by 2 into 1/2 plus 0 എന്ന് വരും. dy by dx 0 is equal to 1/2 into f dash of x plus അവിടെയും 0 വരും. So this is equal to 1/2 f dash of x plus y by 2 equal to 1/2 f dash of x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? f dash of x plus y by 2 is equal to f dash of x എന്ന് കിട്ടും. ഇല്ലേ, 1/2 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം f dash of x plus y by 2 is equal to f dash of x എന്ന് കിട്ടും. ഇനി നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുക. ലെറ്റ് x ഈക്വൽ ടു 0 y ഈക്വൽ ടു എക്സ് ഇൻ ദ എബവ്. ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ എക്സിന് 0യും വൈക്ക് എക്സും കൊടുക്കുക. എക്സിന് 0യും വൈക്ക് എക്സും കൊടുത്തു കഴിഞ്ഞാൽ f dash of x എന്ന് പറയുന്നത് 0, y എന്ന് പറയുന്നത് x ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു f dash of 0 എന്ന് വരും. f dash of 0 നമുക്ക് b ആണ് തന്നിട്ടുണ്ട്. therefore f dash of x by 2 ഈസ് ഈക്വൽ ടു, f dash of 0 a ആണ്, ഈസ് ഈക്വൽ ടു a എന്ന് കിട്ടി. അപ്പോൾ f dash of x a ആയിരുന്നെങ്കിൽ നമുക്ക് f of x ax എന്ന് എഴുതാം. ഇത് f dash of x by 2 ആണ് a. അതുകൊണ്ട് f of x by 2 ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ് ബൈ 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ് സി നമുക്ക് പറയാമല്ലോ. കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ 2 ആണ് എ. എഫ് ഡാഷ് ഓഫ് എക്സ് എ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എ എക്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എക്സിന് പകരം എക്സ് ബൈ 2 ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ 2 എ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ബൈ 2 എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് ബൈ 2, എ എക്സിന് പകരം എ എക്സ് ബൈ 2 പ്ലസ് സി എന്ന് വരും. ഇനി നമ്മൾ ഇതിനകത്ത് 0 കൊടുത്താൽ f of 0 is equal to 0 plus c, given f of 0 equal to b, therefore b is equal to c, therefore f of x is equal to ax plus c. കാരണം ഇവിടെ f of x by 2 ഇതായതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? f of x equal to ax plus c എന്ന് പറയാം. ഇവിടെ c എന്ന് പറയുന്നത് എന്താണ്? b ആണ് അല്ലേ. b ഈക്വൽ ടു സി ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് കിട്ടി.
ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എ കിട്ടും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് എക്സ് ആയിരുന്നു ചോദിച്ചിരുന്നത്, അത് നമുക്ക് 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് y is equal to log x by x, show that d square y by dx square is equal to 2 log x minus 3 divided by x cube. അപ്പോൾ നമുക്ക് dy by dx ആദ്യം ചെയ്യാം. dy by dx ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കോഷ്യൻ്റ് റൂൾ വേണം. അപ്പം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ, log xൻ്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 1 മൈനസ് log x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വന്നു, dy ബൈ ഡി എക്സ്. അടുത്തത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇതിനെ ഒന്നും കൂടെ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് log x ബൈ എക്സ് സ്ക്വയർ. ഇതിന് നമ്മൾ പിന്നെയും കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് log xൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 1/x മൈനസ് 1 മൈനസ് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 2x ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 എന്ന് വരും. അപ്പം എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 1/x എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് മൈനസ് 2x ഇൻറ്റു 1 മൈനസ് log x ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 എന്ന് വരും. നമുക്ക് മൈനസ് എക്സ് കോമൺ ആയിട്ട് എടുത്താൽ 1 പ്ലസ് അല്ലേ, മൈനസ് എക്സ് ഇവിടുന്ന് എടുത്താൽ, ഇവിടുന്ന് മൈനസ് എക്സ് എടുത്താൽ 1 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് log x ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 എന്ന് വരും. ഈ എക്സ് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് log x ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 എന്നുള്ളത് 3 ആകും. ഒരു എക്സ് പോയി. ഇനി നമ്മൾ മൈനസ് അകത്തോട്ട് കയറ്റിയാൽ -1, ഇനി 2 വെച്ച് നമ്മൾ മൈനസ് 2 പ്ലസ് 2 log x ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് വരും. 1 പ്ലസ് 2 മൈനസ് 2 log x ആണ്. അപ്പോൾ മൈനസ് വരുമ്പോൾ -1 മൈനസ് 2 പ്ലസ് 2 log x. അപ്പോൾ 2 log x മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് വരും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഇഫ് y is equal to log sin x, show that y3 is equal to 2 cos x by sin cube x. y3 എന്ന് പറയുമ്പോൾ തേർഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് log sin x ആണ്. അപ്പോൾ y1 is equal to എന്ന് പറയുന്നത് dy by dx ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? log sin x എന്ന് പറയുമ്പോൾ 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ. ലോഗ് എക്സ് ആണെങ്കിൽ 1/x, ഇവിടെ എക്സ് അല്ല സൈൻ എക്സ് ആണ്. അപ്പോൾ എന്ത് വേണം? ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സും കൂടെ വരും. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, അപ്പോൾ അത് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് വരും. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നത് കോട്ട് എക്സ്. അപ്പോൾ നമുക്ക് y1 ഈക്വൽ ടു കോട്ട് എക്സ് എന്ന് കിട്ടി. അപ്പോൾ y2 എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് വരും. കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോട്ട് എക്സിൻ്റേത് മൈനസ് കൊസിക് സ്ക്വയർ എക്സ് വരും. അപ്പം കോട്ട് എക്സിൻ്റേത് മൈനസ് കൊസിക് സ്ക്വയർ എക്സ് ആണ്. ഇനി y3 ചെയ്യാനായിട്ട് മൈനസ് കൊസിക് സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇൻറ്റു കൊസിക് സ്ക്വയറിനെ നമുക്ക് എക്സ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്താൽ -2 കൊസിക് എക്സ് എന്ന് വരും. എക്സ് സ്ക്വയറിൻ്റേത് 2x ചെയ്യുന്നത് പോലെ മൈനസ് കോമൺ ആണ്. കൊസിക് സ്ക്വയറിൻ്റെ 2 കൊസിക് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കൊസിക് എക്സ് വരും. എക്സിന് എക്സ് സ്ക്വയറിന് പകരം കൊസീക്ക് ആണല്ലോ. അപ്പം ഡി ബൈ ഡി ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ്. കൊസീക്ക് സ്ക്വയറിനെ നമ്മൾ എക്സ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്താൽ 2x വരും. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, അപ്പം 2 കൊസീക്ക് എക്സ് വരും. പിന്നെ എക്സ് അല്ലായിരുന്നു, കൊസീക്ക് എക്സ് ആയതുകൊണ്ട് കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വരും. അപ്പം -2 കൊസീക്ക് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോട്ട് എക്സ്
cosec x വരും. So this is equal to 2 cosec x into cot x വരും. 2 cosec square x. 2 മൈനസും മൈനസും പ്ലസ് ആയി, കൊസീക്കും കൊസീക്കിൻ്റെ കൊസീക് സ്ക്വയർ ആയി. നമുക്ക് ആൻസർ ഇൻ ടേംസ് ഓഫ് കോസും സൈനും ആയതുകൊണ്ട് കൊസീക് സ്ക്വയറിന് നമുക്ക് 2/sin സ്ക്വയർ എക്സ്. ഇത് കോട്ട് എക്സിനെ നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എടുക്കാം. അപ്പോൾ അതെന്ത് വരും? 2 cos x ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ് എന്ന് കിട്ടും. 12th one. If y is equal to a plus bx divided by c plus dx, then 2y1 y3 is equal to 3y2 square. Prove that. Then prove that 2y1 y3 is equal to 3y2 square. നമുക്ക് ആദ്യം y1 നോക്കാം. y1 എന്ന് പറയുന്നത് yയുടെ ഡെറിവേറ്റീവ് അല്ലേ dy/dx ആണ്. എന്ന് പറയുന്നത് എന്താണ്? c പ്ലസ് ഡി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ പ്ലസ് ബി എക്സ് എന്ന് പറയുന്നത് 0 പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 0 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ സി പ്ലസ് ഡി എക്സ് ദ ഹോൾ സ്ക്വയർ വരും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം ബി ഇൻറ്റു സി പ്ലസ് ഡി എക്സ് മൈനസ് എ പ്ലസ് ബി എക്സ് ഇൻറ്റു ഡി എന്ന് വരും. നമ്മൾ ഡിവൈഡ് ബൈ സി പ്ലസ് ഡി എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്താൽ ബി സി പ്ലസ് ബി ഡി എക്സ് മൈനസ് ഇത് പ്ലസ് ആണ് മൈനസ് എ ഡി മൈനസ് ബി ഡി എക്സ് പോയി സി പ്ലസ് ഡി എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കത് കിട്ടും ബി സി മൈനസ് എ ഡി ഡിവൈഡഡ് ബൈ സി പ്ലസ് ഡി എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് y1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് y2 കാണണം. y2 ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് y1 ആണ്. അപ്പോൾ അത് ഡി ബൈ ഡി എക്സ് ഓഫ് ബി സി മൈനസ് എ ഡി ഡിവൈഡ് ബൈ സി പ്ലസ് ഡി എക്സ് ദ ഹോൾ സ്ക്വയർ വരും. അത് നമുക്ക് സി പ്ലസ് ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ, അതിൻ്റെ അകത്ത് എക്സ് ടൈം ഇല്ലാത്തതുകൊണ്ട് 0 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 2 ഇൻറ്റു സി പ്ലസ് ഡി എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സി പ്ലസ് ഡി എക്സ് എന്ന് പറയുമ്പോൾ 0 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ സി പ്ലസ് ഡി എക്സ് ദ ഹോൾ റേസ് ടു 4 വരും. സ്ക്വയർ ചെയ്യുമ്പം 4 വരും. അപ്പോൾ ഫസ്റ്റ് ടേം 0 ആണ്. അപ്പം മൈനസ് 2d ഇൻറ്റു ബി സി മൈനസ് എ ഡി ഇൻറ്റു സി പ്ലസ് ഡി എക്സ് 2d ബി സി മൈനസ് എ ഡി ഡിവൈഡ് ബൈ സി പ്ലസ് ഡി എക്സ് ഓൾ റേസ് ടു 4 എന്ന് വരും. അപ്പോൾ സി പ്ലസ് ഡി എക്സ് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2d ബി സി മൈനസ് എ ഡി ഡിവൈഡഡ് ബൈ സി പ്ലസ് ഡി എക്സ് ഓൾ റേസ് ടു 3 എന്ന് വരും. മൈനസ് 2d ബി സി മൈനസ് എ ഡി ഡിവൈഡ് ബൈ സി പ്ലസ് ഡി എക്സ് ഓൾ റേസ് ടു 3. അത് നമ്മുടെ y2 കിട്ടി. ഇനി നമുക്ക് y3 കൂടെ വേണം. y3 ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് y2 ആണ്. അത് മൈനസ് 2d ഇൻറ്റു ബി സി മൈനസ് എ ഡി ഡിവൈഡഡ് ബൈ സി പ്ലസ് ഡി എക്സ് ഓൾ റേസ് ടു 3 എന്ന് വരും. സോ ഇതിൻ്റെ അകത്ത് ന്യൂമറേറ്റർ കോൺസ്റ്റൻ്റ്. അപ്പം സി പ്ലസ് ഡി എക്സ് ഓൾ റേസ് ടു 3 ഇൻറ്റു 0 മൈനസ് 2d ബി സി മൈനസ് എ ഡി പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം 3 ഇൻറ്റു സി പ്ലസ് ഡി എക്സ് സ്ക്വയർ 3 എക്സ് ക്യൂബിൻ്റെ 3x സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇത് വരും. അത് 0 പ്ലസ് ഡി ഡിവൈഡഡ് ബൈ സി പ്ലസ് ഡി എക്സ് ഓൾ റേസ് ടു 6. 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 വരും. അപ്പോൾ ഫസ്റ്റ് ടൈം 0, ഈ മൈനസും കൂടെ പ്ലസ് ആയി 2 അല്ല 6. അപ്പം 2 ഇൻറ്റു 3 6 മൈനസും പ്ലസ് ഡി സ്ക്വയർ ബി സി മൈനസ് എ ഡി സി പ്ലസ് ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സി പ്ലസ് ഡി എക്സ് റേസ് ടു 6. ഒരു സി പ്ലസ് ഡി എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പം 6d സ്ക്വയർ ബി സി മൈനസ് എ ഡി ഡിവൈഡഡ് ബൈ സി പ്ലസ് ഡി എക്സ് ഓൾ റേസ് ടു 4 എന്ന് വരും. ഇനി നമുക്ക് 2y1 y3 എടുക്കണം. 2y1 y3 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു
BC minus AD by C plus DX square into 6D square BC minus AD divided by C plus DX all raised to 4. This is equal to 2 into 6 എന്ന് പറയുമ്പം 12D square BC minus AD the whole square divided by C plus DX raised to 6. ഇതിനെ 1 എന്ന് വിളിക്കാം. ഇനി 3y2 സ്ക്വയർ കാണുക. 3 ഇൻറ്റു y2 സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 2D BC മൈനസ് AD ഡിവൈഡഡ് ബൈ C plus DX ഹോൾ ക്യൂബിൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് 2D എന്ന് പറയുമ്പോൾ 4D സ്ക്വയർ BC minus AD square divided by C plus DX whole cube all raised to 6 വരും. അപ്പോൾ ഇതെന്ത് വരും? 12D square BC minus AD square divided by C plus DX all raised to 6 എന്ന് വരും അല്ലേ? അതിന് ഇക്വേഷൻ 2 എടുക്കുക. ഇനി 1 ഉം 2 ഉം സെയിം അല്ലേ എന്ന് നോക്കിയാൽ 12D square BC minus AD square C plus DX cube raised to 6. അപ്പോൾ from 1 and 2. Therefore, from 1 and 2, we have 2y1 y3 equal to 3y2 square. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്.